കഴിഞ്ഞ ദിവസം NSSും SNDP യോഗവും തമ്മിലുള്ള ഐക്യം NSS പിൻവലിച്ചുകൊണ്ട് പിൻവലിക്കുന്ന ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, നമ്മളും ചർച്ച ചെയ്തു. അപ്പം വെള്ളാപ്പള്ളി അന്ന് വലിയ പ്രതികരണം ഒന്നും നടത്തിയില്ല. പക്ഷെ ഇന്നിപ്പം വെള്ളാപ്പള്ളി ജി സുകുമാരൻ നായരെ സോപ്പിട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി ആയതുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല. അതായത് സുകുമാരൻ നായർ നിഷ്കളങ്കനാണെന്നോ ഈ പറയുന്ന NSS എന്ന് പറയുന്ന സംഘടന സഹോദര സംഘടനയാണെന്നൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു എന്താ പറയുന്ന എന്തെങ്കിലും ഒരു കുതന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ബാക്കിൽ ഉണ്ടാവുമെന്ന് നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സോപ്പിടലിലും എന്തെങ്കിലും ഒരു സംശയം നമുക്ക് തോന്നാതിരിക്കത്തില്ലല്ലോ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സംശയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചത്. അതായത് ഈ ഐക്യം, പിന്നീട് സോപ്പിടിയിൽ പത്മ പുരസ്കാരം, പിന്നെ ഐക്യത്തിൽ നിന്ന് NSSന്റെ പിന്മാറ്റം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം എന്തുകൊണ്ടാണ് പത്മ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശന് കിട്ടിയത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കാര്യം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആർക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. ബോധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 1022 കേസുകളിലധികം ക്രിമിനൽ കേസുകൾ പ്രതിയായ 127 കേസുകൾ 127 കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാള്, പ്രതിപട്ടികയിലുള്ള ഒരാള് എങ്ങനെയാണ് പത്മ പുരസ്കാരത്തിന് അർഹമാകുന്നത്? ക്രിമിനൽ കേസുകളിൽ അതാ പറഞ്ഞത്. അപ്പൊ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പുള്ളി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു പത്മ പുരസ്കാരത്തിന് അർഹനാകുക? ഇനി ഈ ക്രിമിനൽ കേസിൽ പ്രതി ആയതുകൊണ്ടാണോ കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. രാഷ്ട്രപതിക്ക് പരാതി പോട്ടെ, അങ്ങനെ പോണമല്ലോ. കാരണം രാഷ്ട്രപതിക്ക് ഈ അർഹതയില്ലാത്ത ഒരാൾക്ക് കൊടുക്കരുത്. ഇത് പത്മ പുരസ്കാരം സത്യം പറഞ്ഞാൽ ഇതൊക്കെ വേസ്റ്റ് ആണ് എന്ന് തോന്നിപ്പോകുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ്. അതൊരിക്കലും നമ്മൾ നിഷേധിച്ച് പറയാൻ പാടില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അത്രയ്ക്ക് വലിയ പ്രാധാന്യമുള്ള സാധനമൊന്നുമല്ല ഈ പത്മ പുരസ്കാരം. കാരണം പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെ 120ലധികം കേസുകൾ, ക്രിമിനൽ കേസുകൾ നിലവിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പത്മ പുരസ്കാരം കൊടുത്ത് രാജ്യം ശരിക്കും ആദരവല്ലേ? രാജ്യം എങ്ങനെ ആദരിക്കുക? ക്രിമിനൽ കേസിൽ പ്രതികരിക്കുന്നവരൊക്കെ ആദരവ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത തവണ ഇയാൾക്ക് കൊടുക്കണമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, ഇതൊക്കെയാണ് പിന്നെ ഒരു യോഗ്യതയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണം. തമാശയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത പിന്നെ റിപ്പബ്ലിക് ഡേക്ക് മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പത്മശ്രീയെങ്കിലും അവന് കൊടുക്കണം. നല്ല മോശമാണ്. കാര്യം ഇത്രയധികം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാക്കുക, ഭ്രൂണഹത്യ നടത്തുക, നല്ല കേസുകളല്ലേ അവന്റെ പേര് കിടക്കുന്നതല്ല. അപ്പൊ തീർച്ചയായിട്ടും അവന് കൊടുക്കണം. വെള്ളാപ്പള്ളി നടേശൻ അർഹനാണെങ്കിൽ എന്തുകൊണ്ട് പിന്നെ അവൻ അർഹനല്ല? ശരിയാ അല്ലേ? അപ്പോൾ കേരളത്തിൽ VS അച്യുതാനന്ദന് കൊടുത്തതിന് ചില കാരണങ്ങളുണ്ട്. അത് സ്വീകരിക്കാതിരിക്കോ അതല്ല കുടുംബത്തിന്റെ കാര്യമാണ്. ഈ EMS നമ്പൂതിരിപ്പാട് പത്മ പുരസ്കാരം നിരസിച്ച ഒരാളാണ് അന്നത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അവിടെ തന്നെ ഫഹദ് ഫാസിൽ പിന്നെ ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു, നിരസിച്ചാണ് എന്ന് പറഞ്ഞ പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അന്നത്തെ മന്ത്രിയുടെ പ്രശ്നമൊക്കെയാണ്. അത് ഉടനെ സ്വീകരിക്കാൻ തയ്യാറില്ല, BJPയുടെ കയ്യിൽ സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാടെടുത്തു. അവരൊക്കെ ഒരു ആൺകുട്ടികളാണ്. ഇവിടെ പിന്നെ എന്തിനായിരുന്നു പത്മ പുരസ്കാരം കൊടുത്തത്? അപ്പം സുകുമാരൻ നായർക്ക് സ്വാഭാവികമായിട്ടും ഒരു ചളിപ്പുണ്ടാവുമല്ലോ. പിന്നെ വെള്ളാപ്പള്ളിക്ക് കിട്ടി, എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പം സുകുമാരൻ നായർ പറഞ്ഞു എനിക്കത് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് കിട്ടാനാണ് നേരത്തെ കിട്ടിയേനെന്നാ പറഞ്ഞത്. ഈ സുകുമാരൻ നായരുടെ ഒരു വെർഷൻ അതാ, പുള്ളിക്ക് കിട്ടിയേനെ. മറ്റേ ആള് പറഞ്ഞിരുന്നത് ഏത് പട്ടിക്കും കിട്ടുമെന്ന് പറഞ്ഞു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകങ്ങൾ അനർത്ഥമായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വാചകങ്ങൾ തന്നെയാണ് ഇപ്പൊ പ്രശ്നം. അതെ, ആ വാചകം അനർത്ഥമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് അർത്ഥമുള്ളതായത് ഇപ്പോഴാ ശരിക്കും. വെള്ളാപ്പള്ളി കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു വിദുഷിയാണ്, നല്ല ഒരു എന്താ പറയാ വിദുഷി എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്, ത്രികാലജ്ഞാനിയാണ്. അതുകൊണ്ടാണല്ലോ അന്ന് അത് പറഞ്ഞത് ഏത് പട്ടിക്കും കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ വെള്ളാപ്പള്ളിക്ക് ഒടുവിൽ കിട്ടി. പിന്നെ അങ്ങനെ വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം കിട്ടിയപ്പോൾ വെള്ളാപ്പള്ളിയെ സൂചിപ്പിക്കുക എന്നുള്ളതാണ്. ഇവര് ഇന്നലെ തുടങ്ങിയ കളിയൊന്നുമല്ല. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അവിടുത്തെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് കൊടുത്തു? BJP എന്തിനു വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം കൊടുത്തു? പിന്നെ രാഷ്ട്രസേവനം നടത്തിയതിനാണോ? അല്ല. കള്ള് കച്ചവടം നടത്തുന്നവർക്ക് കിട്ടുമോ? ഇല്ല. ഈ പറയുന്ന പോലെ 127 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് പത്മ പുരസ്കാരം കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. സമുദായ ദ്രോഹം നടത്തിയതിന് കൊടുക്കണോ? വേണ്ട. പിന്നെ മൈക്രോ ഫിനാൻസ് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് പാവങ്ങളായ ഈഴവരെ അതല്ലെങ്കിൽ ശ്രീനാരായണീയർ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരെ പറ്റിച്ചതിന് കൊടുക്കണോ? വേണ്ട. അതിനൊന്നും അല്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ 22% വരുന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ 22% വരുന്നത് പിന്നെ ഈഴവ സമുദായമാണ്. അപ്പോൾ ആ 22% വരുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ട്
കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കളിച്ച കളി തന്നെയാണിത്. അതാണ് പത്മ പുരസ്കാരം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു പ്രതിഫലവും കൂടിയാണ്. അതായത് പിന്നെ NSS എന്ന് പറയുന്ന സംഘടനയെ ഒപ്പം നിർത്താൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ച ഒരു പരിശ്രമമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു സന്ധി ചെയ്യലായിരുന്നു ആവശ്യമെങ്കിൽ വെള്ളാപ്പള്ളി ചെയ്യേണ്ടിയിരുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ട് വിളിച്ചിട്ട് ഞാൻ 3 ദിവസിക്കാതെ എന്റെ മോൻ അങ്ങോട്ട് വരുമെന്നല്ല പറയേണ്ടത്. അയാൾ ആരാ ചെല്ലാൻ? തുഷാർ വെള്ളാപ്പള്ളി SNDP എന്തെങ്കിലും ചുമതല വഹിക്കുന്നുണ്ടോ? അല്ലെ SNDP ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയാണോ? കൊല്ലത്തിരുന്ന് SNDP ഓഫീസ് എടുത്ത് കണിച്ചുകുളങ്ങര അങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ചതൊക്കെ വേറെ കാര്യം. ആ ഓഫീസ് ഇപ്പം കണിച്ചുകുളങ്ങരയിലാണല്ലോ SNDP ഓഫീസ് പ്രവർത്തിക്കുന്നത്, സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. എന്ന് പറഞ്ഞിട്ട് മോന പിന്നെ SNDP ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കാൻ അയക്കാരെ അധികാരം കൊടുത്തത്? ഇവിടെ ഈഴവരാരും ചോദിക്കാൻ പറഞ്ഞില്ലെന്നാണോ വിചാരം? അപ്പം പുള്ളിക്കാരനെ പിടിച്ചിട്ട് പുള്ളി സംസാരിക്കുമെന്ന്. അപ്പോഴാണ് അവിടെ കെണി മനസ്സിലായി. BJP കടത്തിക്കൊണ്ടുവരിക, NSSനെയും കൂടെ BJP പാളയത്തിലേക്ക് NDA പാളയത്തിലേക്ക് എത്തിക്കുക. ഇതിനു വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ്. ഈ ശ്രമം അവിടെ വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നത്. അപ്പം BJP നോക്കിയപ്പോഴും ശരിയാ, അവർ രണ്ടുപേരും ഒന്നിക്കാൻ പോവുക. ഈ സമയത്ത് വെള്ളാപ്പള്ളിക്ക് ഇട്ടൊരു പത്മ പുരസ്കാരം കൊടുത്തേക്കാമെന്ന് BJP അങ്ങ് വിചാരിച്ചു. പത്മ പുരസ്കാരം പണ്ടായിരുന്നല്ലോ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് BJP പിന്നെ എന്താ പറയാ ദേശീയ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നത് ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യം. ഇത് പ്രഖ്യാപിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ പിന്നീട്, അല്ലാതെ വേറെ ഒന്നും പിന്നെ ഇതെല്ലാം തീരുമാനം എടുക്കുന്നത് BJP ദേശീയ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു തീരുമാനം വരുന്നു. അപ്പം മനസ്സിലായി ഇവിടെ വലിയൊരു വിഭാഗം, ഒരു ജനത, 1-2 സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും പ്രബലമായ 2 സമുദായങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇരയെ അതിനകത്തോട് വിളിച്ചു കടത്തുന്നു. ആ കടത്തുന്ന തുഷാർ വെള്ളാപ്പള്ളി അല്ല. തുഷാർ വെള്ളാപ്പള്ളിക്ക് യാതൊരു ഒതന്റിസിറ്റി ഇല്ല. ഇങ്ങനെയൊരു പിന്നെ സന്ധി ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു ലയന ചർച്ചയ്ക്കോ ഒന്നും പിന്നെ ഒരു സഖ്യ ചർച്ചയ്ക്കോ ഒന്നും പറ്റിയ ഒരാളല്ല തുഷാർ വെള്ളാപ്പള്ളി. അതുകൊണ്ടാണ് പറഞ്ഞത് നീ വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞ കാര്യം അതാണ്. സുകുമാരൻ നായർ, നീ വരണ്ട. കാര്യം അങ്ങനെ ഒരു ചർച്ച എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ചർച്ച ചെയ്യുന്നത്, എന്തിനാണ് ഈ ലയന സമ്മേളനം നടത്തുന്നതെന്ന് കൃത്യമായി സുകുമാരൻ നായർക്ക് ബോധ്യപ്പെട്ടു. സുകുമാരൻ നായർക്ക് ബോധ്യപ്പെട്ടതോടുകൂടി കാര്യം കയ്യിൽ നിന്ന് പോയി. ഒരിക്കലും LDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടല്ല ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ ലയന സമ്മേളനം വിളിച്ചു കൂട്ടിയതോ അല്ലെങ്കിൽ ഈ സഖ്യ ചർച്ച വെച്ചതോ. അത് BJPക്ക് 10 വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി തന്നെ നടത്തിയ പരിശ്രമം തന്നെയാണ്. അല്ലാതെ പിന്നെ സമുദായ സ്നേഹം മുറ്റി നിൽക്കുന്നുണ്ട് ചെയ്തൊന്നുമല്ല. ഈ പറയുന്ന എല്ലാവരും ഹിന്ദുക്കളല്ലേ, എല്ലാവരും നായാടി മുതൽ നസ്രാണി വരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ, ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ അങ്ങ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് വേണ്ടി ആശ്രമം പണിയിക്കാൻ വേണ്ടിയൊന്നുമല്ല. വെള്ളാപ്പള്ളി കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ലതിന് വെള്ളാപ്പള്ളി നടേശൻ ആരാ പിന്നെ ഗുരുമന്ദിരം പണിഞ്ഞ പോലെ വെള്ളാപ്പള്ളി മന്ദിരം പണിയോ? അതൊന്നുമില്ല. അതൊക്കെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ, പിന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിന്റെ വേറൊരു വെർഷനാ പറഞ്ഞേ, നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. എന്താണ് എല്ലാ മതവും ഒന്ന് തന്നെയാണ്, അഖിലമത സാരവും ഏകം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം. എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെ അപ്പുറത്തേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞു എന്നൊരു തോന്നൽ വെള്ളാപ്പള്ളി നടേശന് പണ്ടെപ്പോഴും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാര്യം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് ഏറെ കാലമായിട്ട് ഇങ്ങനെ വിരാജിക്കുകയാണ്, എതിർപ്പുകൾ ഒന്നും ഇല്ലാതെ. കാരണം എന്താ, എതിർപ്പുണ്ട്. എതിർപ്പ് വരാത്തതിന് കാരണം ഇയാളുടെ പാദസേവ ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട് വെള്ളാപ്പള്ളി. ആ പാദസേവ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ഒരു പോസ്റ്റിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. പ്രായം കുറെ ആയില്ലേ. അപ്പൊ ഇനിയും ഞാൻ കഴിഞ്ഞാൽ എന്റെ മകൻ പിന്നെ ഷാഫി പറമ്പിൽ പറയുന്ന പോലെ ഞാൻ പോയാൽ എന്റെ അടുത്ത അനന്തരവനുണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പോലെ ഞാൻ പോയാൽ എന്റെ മകൻ വരുന്നുണ്ട് SNDP യോഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക്. അപ്പൊ അതുകൊണ്ട് ആ വെള്ളാപ്പള്ളി നടേശൻ ഇമാതിരി പ്രഖ്യാപനം നടത്തിയപ്പോൾ കൃത്യമായി അത് വിവേചിച്ചറിയാനുള്ള ശേഷി ഈ പറയുന്ന NSSന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സുകുമാരൻ നായർക്കുണ്ടായാലും സുകുമാരൻ നായരുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ബോധോദയം ഉണ്ടായി. ഇത് അബദ്ധത്തിലേക്കാണ് ചെന്ന് ചാടുന്നതെന്ന്. മറ്റേ ഇതൊരു സിനിമ ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നെടുമുടി വേണു പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ സുകുമാരൻ നായർക്ക് ഓതി കൊടുക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന വലിയ അബദ്ധമാണ്, മഹാബദ്ധമാണ്, മഹാപരാധമാണ് ചെയ്യാൻ പോണത് എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തെ പിന്നെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് സുകുമാരൻ നായർ എതിർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി ഒന്ന് സംസാരിച്ചാൽ പോരെ. എന്താ വെള്ളാപ്പള്ളിക്ക് അവിടം വരെ പോകാനുള്ള പാങ്ങില്ലേ? ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ പോയിരുന്ന മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരല്ലോ വെള്ളാപ്പള്ളി നടേശൻ. ഇവിടുത്തെ മുസ്ലിം ലീഗിന് എതിരായിട്ട് മുസ്ലിം ലീഗ് ഇവിടുന്ന് എന്തൊക്കെയോ കനത്തിൽ അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള പേരുദോഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ലോ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ എന്താ പെരുന്നവരെ പോയാലും വലിയ ദൂരമൊന്നുമില്ല, കണിച്ചുകുളങ്ങരന്ന് പെരുന്നവരെ പോകുന്നതിന് വലിയ ദൂരമൊന്നുമില്ല. പിന്നെ കൂടി വന്ന 10-50 കിലോമീറ്റർ താഴെയുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഇഷ്ടം പോലെ കാറും ഉണ്ടെന്നാ പറയുന്നത്.
പിന്നെ അതായത് പിണറായി വിജയൻ സഞ്ചരിക്കുന്നതിനേക്കാൾ വില കൂടിയ മുന്തിയ കാറിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്, അല്ല കാറിൽ കയറാനുള്ള ഭ്രമം കൊണ്ടൊന്നുമല്ല എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നോക്കി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി വിവാദമായ സമയത്ത്. അപ്പം അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇതിലേക്കൂടെ ശരിക്കും പറഞ്ഞ BDJS-ലേക്ക് NSS എന്നുള്ള ഒരു വിഭാഗം ആൾക്കാരെ കൂടെ പിടിച്ചു ചേർത്തുകൊണ്ട് അങ്ങനെ BDJS-നെ പതുക്കെ പതുക്കെ ഒരു ശക്തമായ ഒരു പാർട്ടിയാക്കി മാറ്റി പിന്നെ BJP-യുമായി വിലപേശൽ നടത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാക്കി മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത്. ഇത് വെള്ളാപ്പള്ളിയുടെ തന്ത്രമാണോ എന്നറിയത്തില്ല. വെള്ളാപ്പള്ളിയുടെ മോൻ തന്നെയല്ലേ തുഷാർ വെള്ളാപ്പള്ളി. അപ്പൊ ആ തന്ത്രത്തിന്റെ പകുതിയെങ്കിലും കിട്ടാതിരിക്കത്തില്ല. അപ്പൊ ഇവർ രണ്ടുപേരോടെ നടത്തിയ ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു അത്. പിന്നെ ഇവിടെ NSS-ന്റെ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർ ഈ കണി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്. ഇനിയിപ്പം ഇങ്ങോട്ട് വരണ്ട എന്നുള്ള നിലയിൽ തന്നെ. പക്ഷേ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSS-ന്റെ സുകുമാരൻ നായർ എടുത്തത് LDF-നെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു നീക്കമായിരുന്നു. എന്നാൽ പിന്നീട് അയവ് വരും. കാര്യം BRM ഷഫീർ അടക്കമുള്ള കുറേയധികം കോൺഗ്രസ് നേതാക്കന്മാർ, കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ ആരും കാണാതെ അവിടെ പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കാണാൻ പോയതുപോലെ ഈ പിന്നെ ഇദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷ് പോയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്നിട്ട് അവന്മാർ വരുന്നതാകുമ്പോൾ ഓടി കാറി കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. ഇവരെല്ലാം പോയി പാദസേവ ചെയ്ത് കൊടുക്കും. ഈ പറയുന്ന പോലെ മതങ്ങളെയോ ജാതി സമുദായ നേതാക്കളെയോ പാർട്ടിക്കുള്ളിലേക്ക് ഇടപെടാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന മത നേതാക്കന്മാരെ കാണാനായിട്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പോകുന്നുണ്ട്. BRM ഷഫീർ പോയി കാല് പിടിക്കുന്നതിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അടൂർ പ്രകാശ് പോകുന്നുണ്ട്. ഇവരെല്ലാം ഗുരുസ്ഥാനീയനായിട്ടാണ് സുകുമാരൻ നായരെ കാണുന്നത്. ഈ സുകുമാരൻ നായർ എങ്ങനെയാണ് NSS-ന്റെ തലപ്പത്തേക്ക് വന്നതെന്നും സുകുമാരൻ നായർ NSS-ൽ ആദ്യം എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം മനസ്സിലാക്കിയിരിക്കുന്നവരാരും സുകുമാരൻ നായരെ ദൈവതുല്യനായിട്ട് കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്നത്ത് പത്മനാഭനെക്കാട്ടി വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് താൻ എന്നുള്ളൊരു ബോധമാണ്, ആ ഒരു തോന്നലാണ് സുകുമാരൻ നായർക്ക് ഉള്ളത്. ഈ സമുദായം മുഴുവൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, അപ്പൊ എല്ലാവരും എന്റെ ആജ്ഞാനുവർത്തികളാണ് എന്ന് ചിന്തിക്കുന്ന പഴയ മാടമ്പി പ്രഭുത്വം ഉണ്ടല്ലോ, അതിന്റെ ഒരു വക്താവ് കൂടിയാണ്, അനൗദ്യോഗിക വക്താവ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരാൾ കൂടിയാണ് ഈ സുകുമാരൻ നായർ. അപ്പം ഈ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർക്ക് ഇനിയിപ്പോ ഇവർ ഇത്രയും പേര് വന്ന് കാല് പിടിച്ചില്ല, പിണറായി വിജയൻ വന്നെ കാല് പിടിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും. പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും അതോടൊപ്പം തന്നെ കുറെ പിന്നെ നേതാക്കന്മാരുണ്ടല്ലോ, EP ജയരാജനും MV ജയരാജനും P ജയരാജനും ഈ പറയുന്ന കുറെ നേതാക്കന്മാർ, P രാജീവ് അടക്കമുള്ള നേതാക്കന്മാരും വന്നെ കാല് പിടിച്ചിട്ടില്ല. അതേസമയം ഞാൻ എന്റെ കോൺഗ്രസിലെ പിള്ളേരെ നോക്കി അവന്മാര് മാറിയും തിരിഞ്ഞും വന്ന് കാല് പിടിച്ചോണ്ടിരിക്കുക എന്ന് പുള്ളിക്ക് തോന്നിക്കാണും. അപ്പൊ അതുകൊണ്ട് എനിക്കിനി ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്ന കാര്യം NSS ഒരു കാലഘട്ടത്തിലും അങ്ങനെ നിന്നിട്ടില്ല. LDF-നൊപ്പം NSS അങ്ങനെ കൂട്ടുകൂടിയിട്ടേ ഇല്ല. ഇപ്പം ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ NSS-ന്റെ കുറെ നായന്മാര് മന്ത്രിമാര് CPM-ന്റെ മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ടാണ് LDF-നോടൊരു പ്രത്യേക ചായ്വ് ഈ സുകുമാരൻ നായർ കാണിക്കുന്നത്. കാര്യം UDF-ന്റെ കാലത്തൊന്നും ഈ പറയുന്ന നായന്മാരെയൊന്നും മന്ത്രിമാരാക്കിയിട്ടില്ല. കൂടുതൽ ലീഗുകാരെയാണല്ലോ മന്ത്രിമാരാക്കുന്നത്. പിന്നെ ലീഗിനോട് NSS-നൊരു എതിർപ്പുണ്ട്. അത് പ്രകടമായിട്ട് വന്നില്ലെങ്കിലും ലീഗിനോട് ആ എതിർപ്പ് എല്ലാ കാലത്തും ഉണ്ടാവും. കാര്യം ലീഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായന്മാരുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ NSS-ന്റെ സുകുമാരൻ നായർക്കുണ്ട്. പിന്നെ അത് ചവച്ചു പിടിച്ച് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. പുള്ളിയെ സ്പിറ്റ് ചെയ്യുന്നില്ല, തുപ്പുന്നില്ല എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ലീഗിനോട് തോന്നുന്ന ഒരു അമർഷം എപ്പോഴും NSS-ന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് പുറത്തേക്ക് വന്നിട്ടില്ല. അത് പുറത്തേക്ക് ഏത് കാലത്ത് വരുമെന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയാം. അപ്പൊ ലീഗിനെ കൂട്ടുകൂടിക്കൊണ്ട് ലീഗിലെ കുറേയധികം ആൾക്കാരെ മന്ത്രിമാരാക്കുന്നതിന് പറയാൻ കുറെ നല്ല നായന്മാരെ പിടിച്ച് മന്ത്രിമാരാക്കിയ കൊള്ളാം എന്നൊരു ആഗ്രഹം സുകുമാരൻ നായർക്കുണ്ട്. ഈ കാല് പിടിക്കുന്നവരെല്ലാം നായന്മാരാണെന്ന് ചോദിച്ചാൽ അല്ല. ഇതെല്ലാം അവിടെയുള്ള കൊടിക്കുന്നിൽ സുരേഷ് നായരല്ലല്ലോ, BRM ഷഫീർ എന്ന് പറയുന്ന നായരല്ലല്ലോ. അപ്പം അങ്ങനെ തുടങ്ങി ഒരു പറ്റം നേതാക്കന്മാരുണ്ട് നായന്മാരല്ലാത്ത. അവരെല്ലാം പോയി ഇങ്ങനെ കാല് പിടിക്കും. കാല് പിടിച്ചു കഴിയുമ്പോൾ ഞാൻ എന്തോ ദൈവതുല്യനാണ്, മന്നത്ത് പത്മനാഭനെക്കാട്ടി വലിയൊരാളായി മാറി എന്നൊരു തോന്നൽ NSS-ലെ സുകുമാരൻ നായർക്കുണ്ട്. ആ ഒരു തോന്നലും അപ്പൊ അതോടുകൂടി ഇയാൾക്ക് പറയാണ് ഞാൻ ചിന്തിക്കുന്നിടത്താണ് എന്റെ പാർട്ടി അല്ലെങ്കിൽ എന്റെ സംഘടന നിൽക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള നായന്മാരെല്ലാം കൂടെ മാറി UDF-നെ പിന്തുണയ്ക്കും. തന്നെയല്ലേ നായന്മാരിലൊരു വലിയ വിഭാഗം ഈ UDF-ന്റെ അനുയായികളാണ്. അപ്പൊ അവരെ പിണക്കാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഒരു ചെറിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് ഇനിയിപ്പോ NSS കടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിലവിൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. SNDP-യിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കേൾക്കുന്ന ഒരു ഇഴവര് പോലും എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തുണ്ടെന്ന്. ചില കാലുപിടുത്തക്കാരൊഴികെ വേറെ ആരും വെള്ളാപ്പള്ളി പറഞ്ഞ കേൾക്കുന്നവരില്ല. NSS-നെ സംബന്ധിച്ചിടത്തോളം NSS പറഞ്ഞ സുകുമാരൻ നായർ പറഞ്ഞ കേൾക്കുന്ന ആരും തന്നെ NSS-ലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലുപിടി നേതാക്കം കുറെ ആൾക്കാരുണ്ടല്ലോ. ഈ പറയുന്ന രണ്ടുപേർക്കും കാല് പിടിക്കുന്ന കുറെ പേരുണ്ട്, കാല് തിരുമ്മി കൊടുക്കുന്ന കുറെ പേരുണ്ട്. അത് കൂടുതലും രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ NSS-ന്റെ കാല് തിരുമാൻ പോകുന്നത്. SNDP-ക്ക് കാല് തിരുമാൻ ആരും പരസ്യമായിട്ട് പോകാത്തതിന് പ്രധാനപ്പെട്ട കാരണം ആ കാല് തിരുമുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. നാഴികയ്ക്ക് 40 വട്ടം 40 നിലപാടുമായിട്ട് 40-80 നിലപാടുമായിട്ട് നടക്കുന്നവരാണ് വെള്ളാപ്പള്ളി നടേശൻ.
അപ്പൊ അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെയും കാല് തിരുമിയിട്ട് വലിയ കാര്യമില്ലെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാം. എങ്കിലും വേദനിപ്പിക്കാതെ കൊണ്ട് നടക്കുക. പലപ്പോഴും വി ഡി സതീശനെ അടക്കം അയാളെ ഊളംപാറ കൊണ്ടിടണമെന്ന് പറഞ്ഞിട്ട് പോലും വി ഡി സതീശൻ എന്താ അതിനായിരുന്നു പ്രതികരിക്കാഞ്ഞത്? അല്ലെ, പിന്നെ വി ശിവൻകുട്ടിയെ കയറിയിട്ട് അവനെന്നും ഇവനെന്നും ഒക്കെ വിളിക്കുന്ന വി ഡി സതീശന് എന്താ തൻ്റെ ഇടം ഇല്ലായിരുന്നു? പിന്നെ വെള്ളാപ്പള്ളി സതീശനെ ഊളംപാറയിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നെ വെള്ളാപ്പള്ളിയോട് പ്രതികരിക്കാൻ സതീശന് തൻ്റെ ഇടം ഇല്ല. ഈ ശിവൻകുട്ടിയോട് പറയാം, ശിവൻകുട്ടി കുറച്ച് മാന്യമായിട്ട് ഇടപഴകും, പക്ഷെ പല കാര്യങ്ങളും കുത്തിച്ചാഞ്ഞിട്ടു എന്നുള്ള വേറൊരു കാര്യം. പണ്ട് താരകേശനായി മാറിയ കഥ പറഞ്ഞു, വീണ്ടും അതിപ്പോ പൊതു ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തന്നെയല്ല പല മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ താരക പെണ്ണാളിന്റെ ലൈവ് വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അടൽ സൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന് ഇട്ടിരിക്കുന്നത്. ആ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം, ഇങ്ങനെ ചില കോഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ആ വീഡിയോ ഇപ്പൊ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലിപ്പോ സാമൂഹ്യ മാധ്യമങ്ങൾ വീണ്ടും വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താരകേശൻ 2ാം വാരം എന്നൊക്കെ പറയുന്ന പോലെ അത് പിന്നെ ഓടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ വി ഡി സതീശൻ എന്താ ഒരു തൻ്റെ ഇടം ഇല്ലാതായി പോയെ? വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് ആക്കണമെന്ന് പറഞ്ഞത് പി സി ജോർജ് കാണിച്ചായിരുന്നല്ലോ. പി സി ജോർജും വെള്ളാപ്പള്ളിയും തമ്മിൽ അടിയിടും, നല്ല രസമാണ്. വെള്ളാപ്പള്ളി പി സി ജോർജിനെ ചൊറിത്തവള എന്നാ കണ്ടാ വിളിച്ചത്. തവളയുടെ പോലെ ആ തമാശയല്ല, ചിരിക്കാൻ. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലുന്ന പോലെ തമ്മി തല്ലണമെന്നേ. വി ഡി സതീശൻ എന്താ വെള്ളാപ്പള്ളിയെ കുറിച്ചൊന്നും മറുത്ത് പറയാത്തത്? പേര് പോലും പറയത്തില്ല, ഒരു പ്രമുഖ സമുദായ നേതാവ് എന്നൊക്കെയാ പറയുന്നത്. വി ഡി സതീശന് പേടിയാ. ഈ പേടിയുടെ കാരണം എന്ന് പറയും, വെള്ളാപ്പള്ളിയുടെ നേരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വലിയ പ്രശ്നം ഉണ്ടാവും. വെള്ളാപ്പള്ളി എടുത്തിട്ട് അലക്കും. വെള്ളാപ്പള്ളി ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും കുറെ പേര് നോക്കിയിരുന്നിട്ട് വെള്ളാപ്പള്ളിക്ക് നോക്കാൻ കണ്ണൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കൂടിയിരിക്കുന്നവരൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട് വി ഡി സതീശന്, ആ കയറി അങ്ങ് അടിച്ചേക്കാം, പത്രക്കാരെ വിളിയിടാന്ന് പറയും. അപ്പോൾ ഉണ്ട് പത്രക്കാരെല്ലാം അവിടെ ചെല്ലും, പത്രക്കാരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് വി ഡി സതീശനെ വീണ്ടും എടുത്തിട്ട് വാരി വലിച്ചെടുക്കും. ഇത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് വി ഡി സതീശൻ ഒതുങ്ങി വെക്കുന്നത്. തന്നെയല്ല പിന്നെ ഇനി വെള്ളാപ്പള്ളിയെ പറഞ്ഞ ഈഴവരോട് പിണങ്ങുമോ എന്നുള്ള പേടി, നായന്മാരെ പിണങ്ങി നിൽക്കുക. ഇനി ഈഴവരും കൂടി വെള്ളാപ്പള്ളിയെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിണങ്ങുമോ എന്ന് വി ഡി സതീശൻ ഭയക്കുന്നുണ്ട്. കാര്യം വി ഡി സതീശനെ സമയത്തോളം ഇത്തരം ഭയങ്ങളാണ് വി ഡി സതീശൻ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെയോ വനവാസത്തിന് പോകേണ്ടി വരും എന്നുള്ളൊരു പേടി വി ഡി സതീശന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. വി ഡി സതീശൻ ഇത്ര ധൈര്യം കാണിച്ച് നിൽക്കുന്നെങ്കിൽ ഉള്ളിൽ തീക്കാത്തതുകൊണ്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരും മിണ്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് കള്ളനാണയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. കള്ളനാണയം എന്ന് വെച്ചാൽ ഭയങ്കര കള്ളനാണയോ. തനിക്ക് നേടാൻ വേണ്ടിയിട്ട് തന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ കളിക്കുന്ന 4 കളികളുണ്ട്. ഈ കളികള് വലിയ പ്രശ്നം ഉണ്ടാക്കും, രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കും. തന്നെയല്ല ഇത് BJPക്ക് ഇവിടെ കേരളത്തിൽ വളരാൻ വേണ്ട ഒരു മണ്ണൊരുക്കൽ കൂടിയാണ് ശരിക്കും ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് NSS ഒത്താശ ചെയ്ത് കൊടുക്കില്ല എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഞാൻ ലീഗിനെ കുറിച്ചൊന്നും പറഞ്ഞു, ലീഗ് നല്ല പാർട്ടിയാന്നൊക്കെ ഇടയ്ക്ക് കയറി വെള്ളാപ്പള്ളി നടേശൻ അടിക്കുകയൊക്കെ ലീഗ് നേതാക്കളെ അല്ല പറഞ്ഞത്, ലീഗിനെയാണ് പറഞ്ഞതെന്നാണ്. അതെ, നേതാക്കളെ എന്ന് പറയാൻ പറ്റുന്നത്. കാര്യം അവരും വലിച്ചു കയറി ഒട്ടിക്കുമെന്ന്. കാര്യം ഭരണമാറ്റം എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. വെള്ളാപ്പള്ളി ഇതുവരെ കാണിച്ചു കൂട്ടി മുസ്ലിം സമുദായത്തിനെ അല്ല പറയുന്നത്, ലീഗിനെയാണ് ഇപ്പോഴും ലീഗിനെ എതിർക്കുക. കാര്യം ലീഗിനെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം UDF-ൽ നിന്നുകൊണ്ട് ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ തന്നെ ലീഗ് പറയാണ് ഞങ്ങൾക്ക് 30 സീറ്റ് വേണം, ബാക്കിയുള്ള സീറ്റ് കോൺഗ്രസും ബാക്കിയുള്ള ഘടകകക്ഷികളും മത്സരിച്ചാൽ മതി, ഞങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എനിക്ക് 30 സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൊടുത്തേ പറ്റൂ. ഇല്ല ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കി വേറെ വഴിക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതാണ് പ്രശ്നം. അത് അങ്ങനെ ഒരു ഭയം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവർ തമ്മിൽ ഒരു വലിയ പ്രതിസന്ധിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ലീഗ് എന്ത് ആവശ്യപ്പെടുന്നോ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കോൺഗ്രസ്സുകാർ. അത് കൊടുത്തേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നിലനിൽപ്പില്ല. UDF എന്ന് പറയുന്ന മുന്നണിക്ക് നിലനിൽപ്പില്ലാതെ പോകും. അതൊക്കെ കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല അയാളുടെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. എന്നിരുന്നാൽ തന്നെയും ചില കാര്യങ്ങളിലുള്ള വെള്ളാപ്പള്ളി പറയുന്നതിന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ SNDP യോഗം എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണെന്നും ആ സംഘടനയ്ക്ക് അതിൻ്റെതായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെന്നും ആ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്ന പലരും വലിയ മഹാരഥന്മാരായിട്ടുള്ള നല്ല ജ്ഞാനികളായിട്ടുള്ള വൈഭവമുള്ളവരായിരുന്നുവെന്നും ഇത് തുടങ്ങി വെച്ചത് ആരാണെന്നും ഒക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടായേ പറ്റൂ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം. കാര്യം ശ്രീനാരായണ ഗുരുദേവനെ വിശ്വസിക്കുന്ന പിന്നെ ജാതിയിൽപ്പെട്ടവരല്ലാത്തവർ പോലും ശ്രീനാരായണ ഗുരുദേവനെ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മഹത് വചനങ്ങൾ പലരും ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട്. കാര്യം ജാതിക്കും മതത്തിനും ദൈവത്തിനും അപ്പുറം മനുഷ്യന് പ്രാധാന്യം കൽപ്പിച്ചൊരു വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ മനുഷ്യന് മാത്രമാണ് പ്രാധാന്യമെന്ന്
ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു സാമുദായിക പരിഷ്കർത്താവായി തന്നെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ വാക്കുകളെയൊക്കെ എടുത്ത് പിന്നെ ചവറ്റുകൊട്ടയിൽ എറിയുന്ന സമീപനമാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ധാരണകളിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇനിയും എന്ന് പൊട്ടിച്ചു വരാനാ, 90 വയസ്സായില്ലേ, ഇനി എന്ന് ഇറങ്ങി വരാനാ. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ അങ്ങ് തുടരുക, മാറ്റമൊന്നും ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, അതിൽ തന്നെ തുടരുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിവരക്കേട് വിളിച്ച് പറയുന്നതിനൊക്കെ കാലം മറുപടി പറയുമെന്ന് മാത്രം.